ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഡു ഡസ് പഠിച്ചു. വളരെ വിശദമായിട്ട് തന്നെ നമ്മൾ പഠിച്ചു. ഓക്കെ, അതിൽ ചെറിയൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഞാൻ നേരെ ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ആദ്യം ഞാൻ പറയാൻ പോകുന്നത്. ഡു ഡസ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് സന്ദർഭങ്ങൾക്കനുസരിച്ച് അതിൻ്റെ മലയാളം മീനിങ് മാറുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അതാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഹി സ്മോക്സ് എവ്രി ഡേ, ചെയ്യാറുണ്ട് അല്ലേ, പുകവലിക്കാറുണ്ട്. അത് ശീലങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്ത് അതിൻ്റെ മലയാളം ചെയ്യാറുണ്ട് എന്ന രീതിയിലാണ് പറയുന്നത്. ദ എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ, അതൊരു പ്രാപഞ്ചിക സത്യമാണ്, ഫാക്റ്റാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് മലയാളത്തിൽ അതിൻ്റെ ട്രാൻസ്ലേഷൻ വരുന്നത് ചെയ്യുന്നു, അതായത് റിവോൾവ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഓൾറെഡി നമുക്കറിയാമല്ലോ, യു ഗോ സ്ട്രേറ്റ് അല്ലേ, പോവുക, ചെയ്യുക, കം, വരിക അല്ലേ, അങ്ങനെ നമ്മൾ ഡയറക്ഷൻസും ഇൻസ്ട്രക്ഷൻസും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഓരോ അവസരങ്ങൾ, ഓരോ സന്ദർഭങ്ങൾ വരുന്ന സമയത്ത് മലയാളത്തിൽ ഇതിന് മാറ്റം വരുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് കണക്കിലെടുത്തിട്ട് ഒരു ചെറിയ കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. നമ്മൾ ടെൻസുകൾ പഠിക്കുന്ന സമയത്ത് കൂടുതലും ഇപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ആയിരിക്കും നമ്മൾ തുടങ്ങുക. ആ സമയത്തെല്ലാം നിങ്ങൾ കാണുന്ന എക്സാമ്പിൾസ് എല്ലാം ഈ തരത്തിലായിരിക്കും അല്ലേ, അതായത് ഡു അല്ലെങ്കിൽ ഡസ് ഉപയോഗിച്ചിട്ടായിരിക്കും അത് കൂടുതലായിട്ടും ഉണ്ടാവുക. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, ഗ്രാമർ ബുക്കിലൊക്കെ അങ്ങനെ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണ്, ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മൾ ലെസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്, അധികം ഉപയോഗിക്കാറില്ല. നമ്മളിത് പ്രസൻറ്റ് കണ്ടിന്യൂസിലാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ആദ്യത്തെ എക്സാമ്പിൾ നമുക്കെടുക്കാം. ഐ സ്റ്റാർട്ട് മൈ വർക്ക് അറ്റ് 9 AM. ഞാൻ 9 മണിക്ക് എൻ്റെ വർക്ക് തുടങ്ങുന്നു. ഇവിടെ സ്റ്റാർട്ട് എന്നുള്ളത് തുടങ്ങുന്നു, ഇതിൻ്റെ മലയാളം വരിക എങ്ങനെയാണ് കേട്ടോ, ചെയ്യുന്നു, പറയുന്നു, എടുക്കുന്നു, എഴുതുന്നു എന്ന രീതിയിലാണ് വരിക. ഓക്കെ, അതായത് ഇപ്പം എന്ത് ചെയ്യുന്നു. ഇപ്പം നമ്മൾ പണ്ടത്തെ കാലത്തൊക്കെ ചില സിനിമകളിൽ കണ്ടിട്ടില്ലേ, അവളിപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ അവളിപ്പോൾ ടൈപ്പിന് പോകുന്നു അല്ലേ, അങ്ങനെ നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ലേ. അത്തരം സന്ദർഭങ്ങൾ ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, ജാസിം എന്ത് ചെയ്യുന്നു, ജാസിം ഇപ്പോൾ ക്ലാസ് എടുക്കുന്നു അല്ലേ, അങ്ങനെ നമ്മൾ പറയാറില്ല. അത്തരം സന്ദർഭങ്ങളിലാണ് ഇത് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഐ സ്റ്റാർട്ട് മൈ വർക്ക് അറ്റ് 9 AM. ഹി റൈറ്റ്സ് എ നോവൽ, അവനൊരു നോവൽ എഴുതുന്നു. ഓക്കെ, റൈറ്റ്സ് എന്നുള്ളതിൽ ഇവിടെ എഴുതുന്നു എന്ന മീനിങ് ആണ് വരുന്നത്. ഷീ റീഡ്സ് എ പോയം, അവളൊരു പോയം വായിക്കുന്നു. ഓക്കെ, ദെൻ ഹി ഡ്രിങ്ക്സ് ടീ. ഓക്കെ, ഈ ഒരു സെൻറ്റൻസാണ്, ഈ 2 സെൻറ്റൻസാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. അപ്പോഴാണ് നിങ്ങൾക്ക് നമ്മൾ ഏത് രീതിയിലാണത് ഉപയോഗിക്കുന്നത് എന്ന രീതിയിൽ പറയാം. ഇപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം നമ്മൾ കൂടുതലായിട്ടും പ്രസൻറ്റ് കണ്ടിന്യൂസിലാണ് പറയാറുള്ളത്. അതായത് ഇപ്പോൾ ഒരാൾ ചായ കുടിക്കുന്നു എന്ന് നമ്മൾ പറയുക ഹി ഈസ് ഡ്രിങ്കിങ് ടീ എന്ന രീതിയിലാണ്, അവൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന മീനിങ്ങിലാണ് പറയുക. ഓക്കെ, ഇത് രണ്ടിനും മലയാളത്തിൽ എന്ന് വെച്ചാൽ ട്രാൻസ്ലേഷൻ വ്യത്യാസമുണ്ട്. രണ്ടും ഉദ്ദേശിക്കുന്ന ഒന്ന് തന്നെയാണെന്ന് പറയാം. ഹി ഡ്രിങ്ക്സ് ടീ എന്ന് പറഞ്ഞാൽ അവൻ ചായ കുടിക്കുന്നു. ഹി ഈസ് ഡ്രിങ്കിങ് ടീ എന്ന് പറഞ്ഞാലോ അവൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കൂടുതലും ഇത്തരത്തിലാണ് പറയാറുള്ളത്. അതായത് ഹി ഈസ് ഡ്രിങ്കിങ് ടീ എന്ന രീതിയിലാണ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ആയിട്ടാണ് നമ്മൾ പറയാറുള്ളത്. ഇത്തരത്തിലും ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാം. കാരണം ന്യൂസ് പേപ്പേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ അതുപോലെ നേറ്റീവ് സ്പീക്കേഴ്സ് കൂടുതൽ ഉപയോഗിക്കുക ഇത്തരത്തിൽ തന്നെയാണ്. കാരണം അവർ വല്ലാണ്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടും ഒന്നും ഉപയോഗിക്കില്ല. ഏതാണോ പെട്ടെന്ന് വളരെ സുഖകരമായിട്ടല്ലേ, ഇതിനേക്കാളും ഈ ഒരു സെൻറ്റൻസിനേക്കാളും വലിയ സെൻറ്റൻസിനേക്കാളും എളുപ്പം ചെറിയ സെൻറ്റൻസ് ആണ്. അതായത് ഹീസ് ഡ്രിങ്കിങ് ടീ എന്ന് പറയുന്നതിനേക്കാളും എളുപ്പം ഹി ഡ്രിങ്ക്സ് ടീ എന്ന് പറയുന്നതാണ് അല്ലേ. അപ്പോൾ അവർ അതാണ് കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളത്. ചില സമയങ്ങളിലൊക്കെ അവർ ഈ ഓക്സിലറി ഒക്കെ വിഴുങ്ങുന്നത് കണ്ടിട്ടില്ലേ, അതേപോലെ. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർത്ത് വെക്കണം. ഇനി അങ്ങനെ കേൾക്കുന്ന സമയത്ത് അതറിയില്ല എന്ന രീതിയിൽ ഒരാളും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ.